കേക്ക്. ഹലോ ഗേസ്, അസ്സലാമലൈക്കും. ഇവിടെ ഭയങ്കര ബഹളാട്ടോ. ഞാൻ എവിടെ വെച്ചിങ്ങനെ വീട്ടിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സിനിമയ്ക്ക് പോകണ്ടെന്ന്, പോണില്ല കേട്ടോ ഗേസ്. അത് ക്യാൻസലാക്കി. ചിരിക്കണ്ടതാ. മഴയാണ്. അനിയത്തി ഹായ് പറയും. അപ്പൊ എല്ലാരും ഉണ്ട് ഇവിടെ. ഇപ്പൊ കിടന്ന് ഉറങ്ങാം. അപ്പൊ നല്ല മഴ. ഈ മഴയത്ത് കുട്ടികളെന്നൊക്കെ ആയിട്ട് പോകണമെന്നൊന്നും എളുപ്പമൊന്നുമല്ല. അപ്പൊ അത് വേണ്ട വെച്ചു. അപ്പൊ എന്തായാലും സ്കൂള് തുറക്കില്ലേ, എന്നാ തിങ്കളാഴ്ച സ്കൂൾ തുറക്കാം. അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ എന്ത് അതൊന്നും പപ്പടം തിന്നെയോ? പപ്പടം നല്ല കേട്ടോ. 3-ാം തീയതി സ്കൂൾ തുറക്കും. തുറക്കുന്നുണ്ട്. 4-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ ബുധനാഴ്ച. അല്ല, ഇലക്ഷന്റെ റിസൾട്ട് വരും. പിന്നെ റെഗുലർ ആയിട്ട് 4 മണി വരെ ക്ലാസ്. അങ്ങനെ തന്നെ. ഉമ്മ അവിടെ ഭയങ്കര വെപ്രാളാ. എന്താ വെച്ചാ സുധീറിന് ചോറ് കൊടുക്കണം. ഞാൻ ഇവിടെ നാടിയിട്ട് തിന്നോളേന്നൊക്കെ പറയുന്നു ഉമ്മ. അപ്പൊ മീനായിട്ടിരിക്കുന്നു. വിശക്കണമെന്നുണ്ടാവില്ലേ? അത് നമ്മളെ കാണാൻ വരില്ലേ? ഇടയ്ക്കിടയ്ക്ക് അടുക്കളയ്ക്ക് വരില്ല. വിശന്നിട്ടാ പറയും. അപ്പൊ ഞാൻ പറയാം ഞങ്ങളെ കാണാൻ വരികയാണേ. എന്താ ഇവിടെ നിങ്ങൾ വർത്താനം പറയുന്ന അന്വേഷിച്ച് വരിക. അളിയനെ വിളിച്ചിട്ട് കണ്ട കണ്ണാക്കും ഇക്കൊക്കെ പാരമ്പര്യമായിട്ടുള്ള മോനാണ്. വീടേക്ക് പോയോ ഇക്ക? അമ്മ പറയണേ ഇടയ്ക്കിടയ്ക്ക് ഇക്ക വേണ്ടത് രശ്മിക്കാ. അതെ. അയ്യോ പുട്ട് അതിന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം പുട്ട്. 2 കഷ്ണം പുട്ട്. 2 കഷ്ണം തിന്നാ? ഒരു കഷ്ണം അല്ലെങ്കിൽ കറക്റ്റാ മതി. പിന്നെ അല്ലെങ്കിൽ കാര്യം ചെയ്യാം. അയ്യോ കറണ്ട് പോയപ്പോ എല്ലാരും മുഖം നോക്കി. കടമുഖം വെളിച്ചം പോയി. ഈ സംഭവം ഇല്ല. എന്താ ഫ്ലാഷ് ലൈറ്റ് ഇല്ല. അപ്പൊ കറണ്ട് പോയി. കറണ്ട് കുറെ നേരമായി പോകുന്നു കേട്ടാ. എന്താ പേടിയായ അപ്പോൾ ഗേസ് കറണ്ട് പോയി കേട്ടോ. തീരെ വെളിച്ചില്ല അവിടെ. അപ്പോൾ സിനിമയ്ക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ പോണില്ല. എന്തായാലും ഇപ്പോൾ എല്ലാവരും അന്ന് ഇന്നലെ വന്നതാട്ടോ. അപ്പോൾ പോണില്ല. ഈ മഴയത്ത് കുട്ടികളെന്നൊക്കെ ആയിട്ട് പോകാൻ എളുപ്പമൊന്നുമല്ല. അപ്പോൾ അത് ക്യാൻസലായി. അപ്പോൾ എന്തായാലും വീട്ടിൽ വന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അതപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഞാൻ ഉപ്പ അവിടെ ഉറങ്ങിയിരുന്നു. ഇപ്പം നീച്ചുണ്ട്. അപ്പം അവിടെ എത്തിക്ക് പോട്ടെ കേട്ടോ. കുട്ടികളെ മോളെ ഇതാണ് ഞങ്ങളുടെ നിയമോള് സുന്ദരി. നന്നായി. ഇപ്പൊ കടയിലേക്ക് പോവാട്ടാ. പല കണ്ടെത്തിട്ട് ഇപ്പൊ കടയിലേക്ക് പോവാൻ ഞാൻ എന്താ മഴ ഇപ്പൊ മുടി ചീന്തിയില്ലേ? വണ്ടി മാറ്റിക്കണ വണ്ടി ഇതാക്കണ പോ. നമ്മ ഇല മുറിക്കുന്നു. പ്ലേറ്റ് ഇലയിൽ തിന്നാൻ ആളാലോ. ഇലയിൽ ചോറ് തിന്നാൻ ആളല്ലേ? ആളെ അവിടെ നല്ല കൂട്ടാനൊക്കെ ആയ ഇല മുറിച്ച് ചോറ് ആളെ. എന്നിട്ട് പറയണ ഇപ്പൊ പ്ലേറ്റ് മരിത്തരും. ചമ്മ ഇല മുറിച്ചുണ്ട്. നോക്ക് ഇങ്ങനെയല്ല ഇല മുറിച്ച. ഞാൻ അങ്ങനെ നല്ല മുറിച്ച് ഇങ്ങനെയല്ല മുറിക്കണ്ടേ.
കാണാല്ലേ ബാക്കിലേക്ക് ഫ്ലാഷ്. അച്ചോ ധാര വരുന്നേ കുഞ്ചിരി. മൂത്താപ്പ വിളിച്ചേ. ഈ മോളെ മൂത്താപ്പയുടെ പൂണ്ടാന്നാ. മൂത്താപ്പ എന്നിട്ട പൂണ്ട. ഞാനാരടി പൂണ്ടിയ. ഞാൻ പൂണ്ടി, മൂത്താപ്പ പൂണ്ട. കള്ളക്കരച്ചില്. ഇതിനെന്താ പാണ്ടേ? ആരാ നിന്റെ പേരാ? ഈ ബൊമ്മയുടെ പേരാ? അതെ പാണ്ട. ചോറും പപ്പടം. പപ്പടം ഞങ്ങള് സ്കൂളിലേക്ക് പോകുമ്പോ അമ്മ എപ്പോഴും ഉണ്ടാക്കിയാണ് ചമ്മന്തിയാണ് ഞങ്ങളുടെ. എന്ത്? ആ ഞാൻ തിരുമ്പിതാ. ഉമ്മ വന്ന് സൽക്കരിക്കും. ഉപ്പേരി. ആ നോക്ക് നോക്ക് പറ്റി. അമ്മ ഇളകും പൊടി നല്ല ഇരുള്ളതാവും. ഏത്? ആ മീൻ പൊരിച്ചതാ. കട്ട്ലേറ്റ് ആട്ടെ ചെറുത്താ പറയുന്നത്. എന്താണ്? ആ വെള്ളല്ലേ? ആ അങ്ങനെ തരാം. ചോറ് കഴിക്കുമ്പോ വെള്ളം കുടിക്കാൻ പാടില്ല. ആളെ എന്താ ചെയ്യാ? അവിടെ ഒരു പാത്രത്തില് വെക്കും ചൂടാറാന്. എന്നിട്ട് കഴിക്കുക. രസമുണ്ടോ? രസല്ലേ? പൊടി നാടി. ഞാൻ എന്താണ് എന്ന് കൂട്ടാൻ വെച്ചാൽ ഇക്കാട് രസമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. ആ ഉണ്ടെന്ന്. അതെ. ആ അവയ്ക്ക് ദേഷ്യം വരും. ഇന്നലെ തീറ്റൊക്കെ കഴിഞ്ഞിട്ട് പറയാണേ എന്താ ഒരു അന്നത്തെ അങ്ങോട്ട് പോരാ പയറുകൂട്ട പറയാ തീറ്റൊക്കെ കഴിഞ്ഞിട്ടേ. പിന്നെ ദേഷ്യം വരാണ്ടിരിക്കൂ. ആ ഇക്കാക്കെ ഒരു കൊല്ലം കഴിച്ചതിന്റെ ടേസ്റ്റ് ഒക്കെ ഇപ്പോഴും തൊള്ളയിലുണ്ട്. ഇത്ര ഇക്കൊന്നും ഉണ്ടാവില്ല. എന്താ ഇത് രസണ്ട എപ്പോഴും പറയട്ടുമ്മ. അല്ല ഇക്ക പറയേ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ മീൻകൂട്ടാൻ കൂട്ടി ചോറ് ഞാൻ എന്ത് രസാ. ഇപ്പൊ ആ ടേസ്റ്റ് ഒക്കെ എങ്ങടെ പോയിന്ന്. അതാ ഉരലിലിട്ടിട്ട്. അതെന്താ അറിയാ അവിടെ ഒരു ഉരലുണ്ട്. അതാണ് അല്ലേ? ആ ഉരലിലിട്ട് ഇടിച്ചിട്ട് വെക്കണതാണ് ആ ടേസ്റ്റ് അല്ലേ ചമണ? ചവളത്ത്. ഞങ്ങളുടെ രണ്ടാളെ പേര് ചമണി. ഞാൻ ചവളത്ത്, അത് ചമണ. കുട്ടി പട്ടാളങ്ങൾക്ക് എന്നോളെ കുട്ടികളെ തല്ലൂടാണ്ട് ഇന്ന് തിന്നോട്ടാ. സാമന മൈസൂരാ. സ്വകാര്യൊന്നും പറയണ്ട. അത് തിന്നോളെ. പൊന്നൂസിനല്ലേ? പൊന്നൂസിന് ഈ വാരി കൊടുക്ക. അതിനൊരു ഉരുള കൊടുക്കടി ചെറുതിന്. വലിയ ഉരുളാക്കി തിന്നടാ. ചൂടൊക്കെ ഉണ്ടാവും. ചേച്ചിയാ കുഞ്ഞോള് ചേച്ചി. പൊന്നൂസ് താത്ത. ഫൈസി എവിടെ? ഫൈസി ഉമ്മാനെ വീട് എന്നെ പിടിച്ചൂലേ? എന്നെ പിടിച്ചത് തന്നെ വേണ്ടന്നെ. ഓ ഗേസ് ഞങ്ങളുടെ ചോറേക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ. കറണ്ട് ഇല്ലാണ്ട് ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ട്. ഉമ്മ പോത്തിനുള്ള കഞ്ഞാളൊക്കെ എടുക്കാൻ പോയി കേട്ടാ. ഉപ്പാനെ ഞാൻ കാണിച്ചു തരാം. ഉപ്പാനെ ശരിക്കും കണ്ടിട്ടില്ല അല്ലേ?
ഉപ്പ അതാ ആടിന് ഇല കൊടുക്കുന്നുണ്ട്. ഉപ്പ ഉപ്പ മൂളുക. അത് കാണാണ്ട. ഞാനാ ഇത് വീഡിയോ പിടിക്കുക. ആരത് ഇപ്പൊ ആടിന് തീറ്റ കൊടുക്കുക. ഇപ്പൊ തോന്നണില്ലേ? ആടോ ഇതിനെ മേടിച്ചില്ലേ? ഈ കൊട്ടിനെ വാങ്ങിയില്ലേ? അങ്ങോട്ടൊക്കെ പോവോ കഞ്ഞളത്തിന്? കച്ചവടം ഉണ്ട് ഇപ്പൊ കടയില്. പോത്ത് നോക്കി തൊഴുത്തൊക്കെ കഴിക്കുക. എപ്പോഴാ കഴി? ഇതുണ്ട്. ആ തൊഴുത്തൊക്കെ കഴിയിട്ട് ഇതാ ചാണട്ടുണ്ട്. കുളത്തിലേക്ക് കൊണ്ടുപോണ്ടേ കുളിപ്പിക്കാൻ? കൊണ്ടയ്യാ? ആ മേലൊക്കെ ചാണക. മഴ പോയി. ആ ഇപ്പൊ കിണറ് മോട്ടർ കയറ്റിക്കാറായി. കയറ്റി വെച്ചാ ഉറച്ച വെള്ളായി. തിന്നാനതാ ഡൗട്ടില്ലേ? ഇലകളും പുല്ല് പറഞ്ഞിട്ടില്ലെന്ന് ഇപ്പൊ എന്താ ക്യാമറ ഇട്ടാല്. ഇപ്പൊ എന്തൊന്നും ഉണ്ടാക്കി? ഇപ്പൊ ഒന്നും ഉണ്ടെന്നില്ല. ഇപ്പൊ അത് ചെയ്യണമെന്നില്ലല്ലോ. ഒന്നല്ലായിരുന്നു ഇപ്പൊ അത് ചെയ്യണത്. അതെ അതെ ആ ചെയ്യണം. ഞാൻ ക്ഷീണം പറഞ്ഞപ്പോ നല്ലൊരു പക ചെയ്യണമെന്നും കാണാനില്ല. അതാ മാങ്ങ പൊട്ടിക്കാൻ കയറിയിട്ടേ. അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ കുറച്ചുള്ളൂ കേട്ടോ. കുറേശ്ശെ എടുക്കാൻ നല്ലത്, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇപ്പം ചോറ് വെച്ചിട്ടില്ല കേട്ടോ. ഇപ്പം നേരത്തെ കഞ്ഞി കുടിച്ചായിരുന്നു. ഇപ്പം അത് ചോറ് വേണ്ട പറഞ്ഞിട്ട് ഇപ്പം ആടിനൊക്കെ വെള്ളം കൊടുക്കുക, തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ചെറുതുണ്ട് കേട്ടാ. ഷംനൊക്കെ ഉണ്ട്. അവളെന്നെ കാണിക്കണില്ല. അവൾ തട്ടൊന്നും ഇടാണ്ടൊക്കെ എടുക്കുന്നു. അപ്പം അവളെയൊന്നും അതിനെ കാണിക്കണില്ല കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സിനിമയ്ക്കൊന്നും പോകണില്ല, മഴയൊക്കെ അല്ലേ. വെറുതെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി എന്നുള്ളൂ കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും പോവും. ഈ ഒന്നും കൊണ്ട അവള് നാളെ പോകണല്ലോ. അവൾക്ക് നാളെ മദർസ ഇല്ലേ പൊന്നൂസിനില്ലേ? പൊന്നൂസിന് മദർസ ഇല്ലേ? അപ്പോൾ ഇവർക്കൊക്കെ ഉണ്ട് മദർസ. അപ്പം ഞാൻ വൈകുന്നേരത്തെ പോകും. അവിടെ വെള്ളിയാഴ്ച മുടക്ക്, ഇവർക്ക് ഞായറാഴ്ച അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്കൊന്നും തീരില്ല. അങ്ങനെ 9, 10, 11 ലൈക്ക്, അതിനപ്പുറം ഇല്ല. അല്ല അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.